ടിബറ്റൻ സംസ്കാരത്തെയും ഭാഷയെയും പൂർണ്ണമായും തുടച്ചു നീക്കാൻ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം കൊണ്ടുവന്ന ക്രൂരമായ വംശീയ നിയമത്തിനെതിരെ ഭാരതത്തിന്റെ മണ്ണിൽ വൻ പ്രതിഷേധം. ടിബറ്റൻ കുട്ടികളെ ചൈനീസ് ബോർഡിംഗ് സ്കൂളുകളിലേക്ക് നിർബന്ധപൂർവ്വം അയച്ച് അവരുടെ സ്വത്വം ഇല്ലാതാക്കാനാണ് ചൈന ശ്രമിക്കുന്നതെന്ന് ലോക്കൽ ടിബറ്റൻ അസംബ്ലി ചെയർമാൻ ഷെറിങ് വാങ്ചുക് തുറന്നടിച്ചു. അയൽ രാജ്യങ്ങളുടെ ഭൂമി കയ്യേറുന്നതിനൊപ്പം സ്വന്തം അധീനതയിലുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളുടെ സംസ്കാരത്തെ ചോരയിൽ മുക്കിക്കൊല്ലുന്ന ചൈനീസ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ ക്രൂരതകൾക്കെതിരെ വീണ്ടും പ്രതിഷേധം ഇരമ്പുകയാണ്. ഭാരതത്തിന്റെ അതിർത്തി സംസ്ഥാനമായ സിക്കിമിലെ ഗാങ്ടോക്കിലാണ് ചൈനയുടെ പുതിയ വംശീയ നിയമത്തിനെതിരെ ടിബറ്റൻ സമൂഹം ശക്തമായ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത്. ടിബറ്റൻ ജനതയുടെ ചരിത്രവും തനിമയും ഇല്ലാതാക്കുവാനുള്ള ആസൂത്രിത നീക്കമാണ് ചൈന നടത്തുന്നത്. ചൈനീസ് ഭരണകൂടത്തിൻ്റെ ഈ കരി നിയമത്തെ തങ്ങൾ ശക്തമായി എതിർക്കുന്നുവെന്ന് ഗാങ്ടോക്കിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ ലോക്കൽ ടിബറ്റൻ അസംബ്ലി ചെയർമാൻ ഷെറിങ് വാങ്ചുക് വ്യക്തമാക്കി. ടിബറ്റൻ ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നതാണ് ചൈനയുടെ പുതിയ നടപടി. ചെറിയ കുട്ടികളെപ്പോലും മാതാപിതാക്കളിൽ നിന്നും അകറ്റി ചൈനീസ് ബോർഡിംഗ് സ്കൂളുകളിലേക്ക് നിർബന്ധപൂർവ്വം അയക്കുകയാണ് ഡ്രാഗൺ ഭരണകൂടം. No, that is one of the last recourse. We are a non-violent people. So, self-determination is the one of the last drastic way of express our to make awareness to the world that people in China, Tibetan are suffering. So, we want to express that view to the world. So, we need support from the world corner, parliamentaries or whatever it may be. റീ എഡ്യൂക്കേഷൻ ക്യാമ്പുകളിൽ ടിബറ്റൻ ഭാഷയോ അവരുടെ പരമ്പരാഗത സംസ്കാരമോ പഠിപ്പിക്കുന്നില്ലെന്ന് മാത്രമല്ല, നിർബന്ധിത ചൈനീസ് വൽക്കരണത്തിലാണ് കുട്ടികളെ ഇരയാക്കുന്നത്. ടിബറ്റിൻ്റെ പുതിയ തലമുറയെ തങ്ങളുടെ സംസ്കാരത്തിൽ നിന്നും പൂർണ്ണമായും വേർപെടുത്തുക എന്ന ഗൂഢലക്ഷ്യമാണ് ഇതിന് പിന്നിൽ. ചൈനയുടെ ഈ സാംസ്കാരിക അധിനിവേശത്തെ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടാനാണ് ഭാരതത്തിലെ ടിബറ്റൻ സമൂഹം തീരുമാനിച്ചത്. ഭാരതത്തിൻ്റെ മണ്ണിൽ അഭയം പ്രാപിച്ച ടിബറ്റൻ ജനത തങ്ങളുടെ മാതൃഭൂമിക്ക് വേണ്ടി നടത്തുന്ന പോരാട്ടത്തിന് ആഗോളതലത്തിൽ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. ചൈനയുടെ ഏകാധിപത്യ നയങ്ങൾക്കെതിരെ വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാനാണ് ഗാങ്ടോക്കിലെ ടിബറ്റൻ സംഘടനകളുടെ തീരുമാനം. ജനം, ഡൽഹി.